മോഡ്യൂൾ 3. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജയിക്കാനായിട്ട് നമുക്ക് ഉള്ള പാർട്ട് ബിയിലെ ഓർ എ എന്ന് പറയുന്ന ടോപ്പിക്ക്, അതിൻ്റെ അകത്തുള്ള 2 ടോപ്പിക്കാണ് ഗിയറും ഗിയർ ട്രെയിനും. ഓക്കെ, അപ്പം ഗിയർ നോക്കാം. അപ്പോൾ ഗിയറാണ് ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത്. അതിനുശേഷം നമ്മൾ ഗിയർ ട്രെയിൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് പോകാം. ഒരുപാട് കോൺസെപ്റ്റും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയൊന്നും പറയുന്നില്ല. ജസ്റ്റ് വേണ്ട ആവശ്യങ്ങളുള്ള കാര്യം മാത്രം പറയാം. അതിനെ നിങ്ങൾ നോക്കി വെക്കുക, എന്നിട്ട് അത് നിങ്ങൾ പ്രോബ്ലത്തിൽ കൊടുത്ത് അങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പം ഗിയർ എന്ന് പറയുന്ന സാധനം അറിയാമല്ലോ, എങ്ങനെ ഇരിക്കും. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കുറേ പല്ലിങ്ങനെ കാണും. ഇതാണ് എന്തോന്ന് ഗിയർ. ഇതെല്ലാം ഒരേപോലെ കറക്റ്റായിട്ടിരിക്കും. ഇങ്ങനെയല്ല. അപ്പം ഇതിൻ്റെ അകത്ത് എന്തോന്ന് വരും, വേറൊരു ഗിയർ വന്ന് മെഷ് ചെയ്യും. അപ്പം ഇത് 2 ഗിയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് വലിയ ഗിയറിനെ നമ്മൾ വീലെന്ന് പറഞ്ഞ് വിളിക്കും. വലുതിനെ വീലെന്ന് പറഞ്ഞ് വിളിക്കും, ചെറുതിനെ പിനിയൻ എന്ന് പറഞ്ഞ് വിളിക്കും. ഓക്കെ, അപ്പം ഒരുപാട് കൺഫ്യൂഷൻ കണ്ട. വീലെന്ന് പറഞ്ഞ് വിളിച്ചു, ചെറുതിനെ പിനിയൻ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ടീത്ത് കൂടിയതിന് വലുതെന്ന് പറഞ്ഞാൽ ടീത്ത് കൂടിയത്. ശരി, അപ്പം ഒരു വീലെന്ന് പറയുമ്പോൾ ഇതിന് നമ്പർ ഓഫ് ടീത്ത് കാണും. നമ്പർ ഓഫ് ടീത്ത്. ഓക്കെ, നമ്പർ ഓഫ് ടീത്ത് കാണും. അതിനാണ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ വീലിന് എടുക്കുക. ഇപ്പോൾ പിനിയൻ ആണെങ്കിലോ നമ്പർ ഓഫ് ടീത്ത് എത്ര എടുക്കും? നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നതിന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? സ്മോൾ ടി വെച്ച് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ വീലിന് നമ്പർ ഓഫ് ടീത്തിനെ നമ്മൾ ക്യാപിറ്റൽ ടി ആയിട്ട് ഡിനോട്ട് ചെയ്തു. പിനിയൻ്റെ നമ്പർ ഓഫ് ടീത്തിനെ സ്മോൾ ടി ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഇനിയിപ്പം ഡയമീറ്റർ ഓഫ് ദ ഗിയർ, ഡയമീറ്റർ ഓഫ് വീലിനെ നമ്മൾ എങ്ങനെ എടുക്കും? ക്യാപിറ്റൽ ഡി ആയിട്ട് എടുത്തു. അതുപോലെ ഡയമീറ്റർ ഓഫ് പിനിയൻ ഗിയറിനെയോ എന്നാന്ന് എടുത്തു? സ്മോൾ ഡി ആയിട്ട് എടുത്തു. ഓക്കെ, ഈ ഗിയറിൻ്റെ മോഡ്യൂള് എന്ന് പറഞ്ഞാൽ അതിൽ ഡിനോട്ട് ചെയ്യുന്ന എം എന്നാണ്, ക്യാപിറ്റൽ എം. ഡയമീറ്റർ ഓഫ് ദ വീല് ബൈ നമ്പർ ഓഫ് ടീത്ത് ഓഫ് വീല്, അതാണ് ഡി ബൈ ടി. ഇവിടെ ആണെങ്കിലോ സ്മോൾ ഡി ബൈ സ്മോൾ ടി. ഓക്കെ, അതാണ് മോഡ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ നമുക്കിപ്പോൾ നമ്പർ ഓഫ് ടീത്തും തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡി ബൈ ടി ചെയ്താൽ മതി. ഓക്കെ, ശരി. അപ്പം നമുക്കിപ്പോൾ ഇതിൽ നിന്ന് എന്തോന്ന് മനസ്സിലായി? എം ഇസ് ഈക്വൽ ടു ഡി ബൈ ടി ആണെന്ന് മനസ്സിലായില്ലേ? അപ്പം ഡി ഇസ് ഈക്വൽ ടു, ഇപ്പം നമുക്ക് മോഡ്യൂളും തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ടിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണെങ്കിലോ ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു എം ടി. ഇവിടെ ആണെങ്കിലോ സ്മോൾ ഡി ഇസ് ഈക്വൽ ടു എം ടി. ഗിയറിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണെങ്കിലോ എം ടി ബൈ 2 എടുക്കാം. അതുപോലെ തന്നെ ഇപ്പറയും ക്യാപിറ്റൽ ഡി അല്ലേ കൊടുത്തിരുന്നത്, അപ്പോൾ അതിൻ്റെ റേഡിയസിനെ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പം എം ടി ബൈ 2. ഓക്കെ, ഡയമീറ്റർ പിച്ച് അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി സഫിക്സ് ആയിട്ട് ഡി. ഓക്കെ, പി ഡി എന്ന് പറഞ്ഞിടും. ഇതെന്താന്ന് വെച്ചാൽ പി ഡി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീത്ത് ബൈ ഡയമീറ്റർ ആണ്. അതായത് നമ്പർ ഓഫ് ടീത്ത് ബൈ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ മോഡ്യൂളിൻ്റെ റെസിപ്രോക്കൽ അല്ലേ, ഇതിനെ തിരിച്ചിട്ടിരിക്കുമല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്തോന്ന് വിളിക്കാം? 1 ബൈ മോഡ്യൂൾ എന്ന് വിളിക്കത്തില്ലേ? 1 ബൈ മോഡ്യൂൾ എന്ന് വിളിക്കാം. അപ്പോൾ പി ഡി ഇസിക്കൽ ടു ടി ബൈ ഡി ആണ്, അല്ലെങ്കിൽ 1 ബൈ മോഡ്യൂളാണ്. ഇപ്പോൾ മോഡ്യൂൾ തന്നിട്ടുണ്ട്, നമുക്ക് ഡയമീറ്റർ പിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1 ബൈ എം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെയോ പി ഡി എന്ന് പറയുന്നത് എത്ര വരും? ക്യാപിറ്റൽ ടി ബൈ ക്യാപിറ്റൽ ഡി ഇസിക്കൽ ടു 1 ബൈ മോഡ്യൂൾ. ഓക്കെ, അത് അവിടെ അങ്ങനെ ഒരു സംഭവം. ഡയമീറ്റർ പിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ സർക്കുലാർ പിച്ച് എന്ന് പറയുന്നത് പി സി ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? പൈ എം എന്നാണ് പറയുന്നത്. പൈ ഇൻറ്റു എം, പൈ ഇൻറ്റു മോഡ്യൂൾ. പൈ ഇൻറ്റു മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ മോഡ്യൂളിനെ നമുക്ക് ഇങ്ങനെ എഴുതത്തില്ലേ? പൈ ഇൻറ്റു ഡി ബൈ ടി എന്ന് എഴുതത്തില്ലേ? സ്മോൾ ഡി. ഇപ്പോൾ പിന്നീട് കേസല്ലേ പറയുന്നത്, അപ്പോൾ സ്മോൾ ഡി ബൈ ടി എന്ന് എഴുതത്തില്ലേ? അപ്പോൾ അതുപോലെ ഇപ്പറയാണെങ്കിൽ ഇത് ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ മതി. എന്താണ്? പി സി ഇസിക്കൽ ടു പൈ ഇൻറ്റു മോഡ്യൂള്, അങ്ങനെ പറഞ്ഞാൽ പൈ ഇൻറ്റു ക്യാപിറ്റൽ ഡി ബൈ ടി. ഓക്കെ, ക്യാപിറ്റൽ ടി. മോഡ്യൂൾ എം എന്ന് പറയുന്നത് എം ഇസിക്കൽ ടു ഡി ബൈ ടി ആണ്. അതിപ്പോൾ വീലിൻ്റെ കേസാണെങ്കിൽ ക്യാപിറ്റൽ ഡി ബൈ ക്യാപിറ്റൽ ടി. അതിപ്പോൾ പിനിയൻ്റെ കേസിലാണെങ്കിൽ സ്മോൾ ഡി ബൈ ടി. അത്രേ ഉള്ളൂ. പിന്നെ ഡി ഇസിക്കൽ ടു, അതിൽ നിന്ന് ഡി ഇസിക്കൽ ടു എം ടി അല്ലേ? മോഡ്യൂൾ ഇൻറ്റു ടി, നമ്പർ ഓഫ് ടീത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഡയമീറ്റർ കിട്ടും. അതുപോലെ തന്നെ നേരെ തിരിച്ചു. അപ്പോൾ ടി ഇസിക്കൽ ടു ഡി ബൈ എം എന്ന് പറഞ്ഞു. ഡയമീറ്റർ പിച്ച് പി ഡി എന്ന് പറയുന്നത് എന്തോന്നാണ്? ടി ബൈ ഡി ആണ്. മറ്റേത് ഡി ബൈ ടി ആണ്, ടി ബൈ ഡി ആണ്. അതായത് മോഡ്യൂളിൻ്റെ റെസിപ്രോക്കൽ. അതുകൊണ്ടാണ് അതിനെ 1 ബൈ എം എന്ന് പറഞ്ഞ് എടുത്തത്. ഓക്കെ, ഇതൊരു ഇക്വേഷൻ. ഇനി അടുത്ത സർക്കുലർ പിച്ച് എന്ന് പറഞ്ഞാൽ മോഡ്യൂൾ ഇൻറ്റു പൈ ആണ്, പൈ എം ആണ്. അല്ലെങ്കിൽ എന്തോന്നാണ്? പൈ ഡി ബൈ ടി. മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡി ബൈ ടി അല്ലേ, പിന്നെ പൈ ഡി ബൈ ടി എന്ന് പറഞ്ഞ് വരും. ഇവിടെ ഞാൻ ഇതിനെ വീല് എന്ന് പറഞ്ഞെടുത്തു, ഇതിനെ പിനിയൻ എന്ന് പറഞ്ഞെടുത്തു. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഗിയർ എ എന്ന് പറഞ്ഞായിരിക്കും എടുക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇതിനെ ഗിയർ ബി എന്ന് പറഞ്ഞായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എഴുതിക്കോണം.
ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഗിയർ 1 എന്ന് പറഞ്ഞായിരിക്കും ഇതിന് എടുക്കുന്നത്, ഇതിന് ഗിയർ ചിലപ്പോൾ 2 എന്ന് പറഞ്ഞായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എഴുതിക്കണം. അതായത് അപ്പോൾ നിങ്ങൾ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത് നിങ്ങൾ അപ്പോൾ എങ്ങനെ എഴുതും? ടി ബി എന്ന് പറഞ്ഞ് എഴുതുമായിരിക്കും. ടി ബി എന്ന് പറഞ്ഞ് ചിലപ്പോൾ എഴുതുമായിരിക്കും, ടി ബി എന്ന് പറഞ്ഞ് എഴുതുമായിരിക്കും, ഡി ബി എന്ന് പറഞ്ഞ് എഴുതുമായിരിക്കും. അതിപ്പോൾ നമ്പർ ഇങ്ങനെയാണെങ്കിലോ T2 എന്ന് പറഞ്ഞ് എഴുതുമായിരിക്കും, ചിലപ്പോൾ ഡി 2 എന്ന് പറഞ്ഞ് എഴുതുമായിരിക്കും. ആ ഒരു രീതിയിൽ ഇവിടെയാണെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ തന്നെ യൂസ് ചെയ്തെന്നിരിക്കും. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ടീത്തിനാണെങ്കിൽ TA എന്ന് പറഞ്ഞ് എടുക്കുമായിരിക്കും, അതുപോലെ തന്നെ DA എന്ന് പറഞ്ഞ് എടുക്കുമായിരിക്കും, അതുപോലെ തന്നെ T1 എന്ന് പറഞ്ഞ് എടുക്കുമായിരിക്കും, D1 എന്ന് പറഞ്ഞ് എടുക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എടുക്കുക. പിന്നെ നമ്മൾ ഏത് തന്നെയാണോ എടുക്കുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനെയാണ് പിന്നെ ക്യാപിറ്റലായിട്ട് എടുത്തിരിക്കുക, നിങ്ങൾ ഇതിനെ മാത്രം ക്യാപിറ്റലായിട്ട് വെച്ച് ആ ഒരു രീതിയിൽ എടുക്കുക, ഇതിനിപ്പോൾ സ്മോൾ ആയിട്ട് എടുക്കുക. ഓക്കെ, ബേസിക്കലി നമ്മൾ വീൽ എന്ന് പറയുന്ന സാധനത്തിന്, അതായത് വലുതായിട്ടുള്ള സാധനത്തിന് മിക്കപ്പോഴും ക്യാപ്സൂൾ കൊടുത്ത് എഴുതും. സ്മോൾ ആയിട്ടുള്ള ചെറിയ ഒരു ഗിയറിനെ വന്നിട്ട് പിന്നീടിനെ വന്നിട്ട് നമ്മളെപ്പോഴും സ്മോൾ ആയിട്ട് എഴുതും. അങ്ങനെയാണ് സാധനം. ക്യാപിറ്റൽ RA എന്ന് പറയുന്നത് എന്തോന്നാണ്? R പ്ലസ് അഡണ്ടം ആണ്. ഇത് ഏതിൻ്റെ കേസാണ് കാണാമോ? ഓക്കെ, വീലിൻ്റെ കേസിൽ R പ്ലസ് അഡണ്ടം. ഇനി ഇതിപ്പം പിനിയൻ്റെ കേസിലാണെങ്കിലോ RA എന്ന് പറയുന്നത് R പ്ലസ് അഡണ്ടമാണ്. ഓക്കെ, അതിനകത്ത് ഈ അഡണ്ടം കോമൺ ആണ്, ഇത് രണ്ടെണ്ണമാണ് വ്യത്യാസം. ഇതെന്ന് പറയുന്നത് എന്തോന്ന്? വീലിന്റെ ക്യാപിറ്റൽ RA ആണ്. R എന്ന് പറയുന്നത് വീലിന്റെ റേഡിയസ് ആണ്. ഓക്കെ, സ്മോൾ r എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പിനിയന്റെ റേഡിയസ് ആണ്. RA എന്ന് പറയുന്നത് പിനിയന്റെ ആണ്. ഓക്കെ, RA എന്ന് പറഞ്ഞാൽ അഡണ്ടം റേഡിയസ്. ഓക്കെ, അഡണ്ടത്തിന്റെ റേഡിയസ് എന്നാണ്. ഓക്കെ, അഡണ്ടം റേഡിയസ് വേറെയാണ്, റേഡിയസ് വേറെയാണ്, അഡണ്ടം വേറെയാണ്. അത്രയും മാത്രം ജസ്റ്റ് വെക്കുക. ഓക്കെ, ഇനിയിപ്പോൾ പാത്ത് ഓഫ് അപ്രോച്ച് എന്ന് പറയും. പാത്ത് ഓഫ് അപ്രോച്ച് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് KP എന്നാണ്. KP. അതിൻ്റെ ഇക്വേഷൻ RA സ്ക്വയർ മൈനസ് R സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ മൈനസ് R സൈൻ ഫൈ. ഓക്കെ, RA സ്ക്വയർ മൈനസ് R സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ. ഇത് ഇത്ര റൂട്ടിൻ്റെ അകത്ത് വരും, എന്നിട്ട് ഈ മൈനസ് R സൈൻ ഫൈ ഉണ്ടല്ലോ, അത് റൂട്ടിന് പുറത്ത് വരും. അപ്പോൾ ഇതാണ് പാത്ത് ഓഫ് അപ്രോച്ച്. KP എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇനി ഈ കോസ് സ്ക്വയർ ഫൈനെ നമ്മൾ കാൽക്കുലേറ്ററിൽ ഇട്ട് അടിക്കാൻ നേരത്തെ എങ്ങനെ അടിക്കുമെന്ന് അറിയാമോ? കോസ് ഫൈ സ്ക്വയർ എന്നായിരിക്കും അടിക്കുന്നത്. ഓക്കെ, ഫൈ ഇസിക്കൽ ഇപ്പോൾ ഞാനിവിടെ ഒരു 30 ഡിഗ്രി ആണെന്ന് എടുക്കുവാന്ന് വിചാരിച്ചു. അപ്പം 30 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ഇസിക്കൽ ടു ഇങ്ങനെ വേണം അടിക്കാനായിട്ട്. പാത്ത് ഓഫ് റിസസ് അതിനെ പറയുന്നതാണ് PL. ഓക്കെ, KPPL. ഇതിന് PLന്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ സ്മോൾ RA സ്ക്വയർ മൈനസ് R സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ മൈനസ് R സൈൻ ഫൈ. അതിൻ്റെ അകത്ത് ഈ കോസ് സ്ക്വയർ ഫൈ മുതൽ ഇവിടെ വരെ ഉള്ളത് റൂട്ടിൻ്റെ അകത്ത് കിടക്കും. ഓക്കെ, റൂട്ട് RA സ്ക്വയർ മൈനസ് R സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ മൈനസ് R സൈൻ ഫൈ. സെയിം ഇക്വേഷൻ തന്നെ ഇതിനകത്ത് ക്യാപിറ്റൽ R ആയിട്ട് കിടക്കുന്നത് മൊത്തം ഇവിടെ സ്മോൾ r ആയി. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, KL എന്ന് പറയുന്നത്, അതായത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ KPL ഇങ്ങനെയാണ്. അപ്പോൾ KP ആണ് KP പാത്ത് ഓഫ് അപ്രോച്ച്, PL ആണ് പാത്ത് ഓഫ് റിസസ്. KL എന്ന് പറഞ്ഞതാണ് നമ്മളിപ്പോൾ KL എന്ന് പറയുമ്പോൾ എന്തോന്ന് വരും? KPയും PLും കൂടെ കൂട്ടുന്നതല്ലേ? KPയും PLും കൂടെ കൂട്ടുന്നതല്ലേ KL അല്ലേ? അത് തന്നെ, KL ഇസ് ഈക്വൽ ടു KP പ്ലസ് PL ആണ്. അപ്പം ഈ KLന് നമ്മൾ പറയുന്ന പേരാണ് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്. ഷോർട്ടായിട്ട് LPC എന്ന് പറയും. LPC എന്ന് പറയുന്നതാണ് എന്തോന്ന്? ഈ സാധനം. ഓക്കെ, അപ്പം LPC ഇസ് ഈക്വൽ ടു KL ആണ്. KL എന്ന് പറഞ്ഞത് എന്താണ്? KP പ്ലസ് PL ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട്, അതായത് അതിനെ നമ്മൾ LAC എന്നാണ് വിളിക്കുന്നത്. LAC, ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട്, LAC എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് ഇല്ലേ, ഇത് അതായത് KL, അതായത് KP പ്ലസ് PL, അതിനെ കോസ് ഫൈ കൊണ്ട് ചെയ്യുന്നതാണ് LAC. ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഓക്കെ, LAC എന്ന് പറഞ്ഞാൽ LPC ബൈ കോസ് ഫൈ. ഇനി കോണ്ടാക്ട് റേഷ്യോ എന്ന് പറയുന്നത് അതിനെ നമ്മൾ CR എന്നാണ് പറയുന്നത്. അതിനെ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട്, ഈ കണ്ടുപിടിച്ച ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ബൈ PC ചെയ്യുന്നതാണ്. PC എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലാർ പിച്ച്. ഞാനിവിടെ പറഞ്ഞില്ലേ സർക്കുലാർ പിച്ച്, πm. മോഡ്യൂൾ തന്നിട്ടുണ്ടെങ്കിൽ π × m എന്ന് പറഞ്ഞ് ചെയ്താൽ മതി.
അല്ല ഡിയും ടിയും ആണ് തന്നിരിക്കുന്നതെങ്കിൽ പൈ ഇൻറ്റു ഡി ബൈ ടി ചെയ്താൽ മതി. അങ്ങനെ പി സി ചെയ്ത് LAC ബൈ PC ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടാക്ട് റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പം KL എന്ന് പറയുന്നതാണ് എന്തോന്ന്, ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്. അപ്പം അതിന്റെ ഇക്വേഷൻ ഇതും കൂടെ കൂട്ടുന്നതാണ്. ഓക്കെ, അപ്പം LPCക്ക് ഒറ്റ ഒരു ഇക്വേഷൻ ഉണ്ട്. LPCക്ക് ഒറ്റ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ആ ഇക്വേഷൻ? LPC = ഇത് രണ്ടെണ്ണം കൂട്ടി എഴുതുന്നതാണ്. RA² - R² cos²φ. അതായത് ഈ ഇക്വേഷൻ അതിനെ പിന്നെ പ്ലസ് ഇത് മിച്ചം നമുക്ക് അവസാനം ഒരുമിച്ച് എഴുതാം, ഇതിന്റെയും കൂടെ. ഓക്കെ, അതിനുശേഷം RA² - R² cos²φ. ഓക്കെ, അപ്പം ഇതിന്റെ ഇതും എഴുതി. ഇനിയിപ്പം ഇത് മൈനസ് R + R ഒരുമിച്ച് എഴുതി sin⁡φ. ഓക്കെ, ഇതാണ് അതിന്റെ ഇക്വേഷൻ, ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്. ഒന്നെങ്കിൽ നമുക്ക് KP ചെയ്യുക, PL ചെയ്യുക, എന്നിട്ട് അതിനെ തമ്മിൽ കൂട്ടി എഴുതുക, അങ്ങനെയും എഴുതാം LPC എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്തോന്ന് ചെയ്യാം, നമുക്ക് ഇങ്ങനെയും ചെയ്യാം. LPC എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണ്, ആ ആംഗിൾ തരും. ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണ്, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. മോഡ്യൂളിന്റെ ഒരു സെറ്റ് ഇക്വേഷന്, ഒരു ഇക്വേഷന്, ഡയമീറ്റർ പിച്ചിന്റെ ഒരു ഇക്വേഷന്, സർക്കുലർ പിച്ചിന്റെ ഒരു ഇക്വേഷന്, പാത്ത് ഓഫ് അപ്രോച്ചിന്റെ ഒരു ഇക്വേഷന്, ഓക്കെ, പാത്ത് ഓഫ് റിസസിന്റെ ഒരു ഇക്വേഷന്, പിന്നെ LPC എന്ന് പറഞ്ഞിട്ട് ഇതും കൂടെ ചേർന്ന ഒരു ഇക്വേഷൻ. ഇത് വേണമെങ്കിൽ ഇത് പഠിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. ഒന്നെങ്കിൽ ഇത് രണ്ടെണ്ണം പഠിക്കുക, അല്ലെങ്കിൽ ഇത് ഒരെണ്ണം പഠിക്കുക എന്നുള്ള രീതിയിൽ എടുക്കുക. ചിലപ്പോൾ ഇതായിട്ട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ തന്നെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇതും കൂടെ കൂട്ടിയാൽ നമുക്ക് ഇത് കിട്ടും. പക്ഷേ ഇത് വെച്ചോണ്ട് നമ്മൾ ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പാടായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ഇത് തന്നെ പഠിച്ചു വെക്കുക, ഇത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചിരുന്നാൽ മതി. ഓക്കെ, ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ KP + PL ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചിരിക്കുക. എന്നിട്ട് ഏഴാമത്തെ ഇക്വേഷൻ ലെങ്ത് ഓഫ് LAC കണ്ടുപിടിക്കേണ്ടത് LPC / cos⁡φ ചെയ്താൽ മതി, LAC. അതിനുശേഷം കോണ്ടാക്ട് റേഷ്യോ, അതിന്റെ ഇത് എട്ടാമത്തേതായിട്ട് ഞാൻ എടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു 8 ഇക്വേഷൻ പഠിക്കണമെന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അതുകൂടെ പറയാം. ഗിയർ റേഷ്യോ ക്യാപിറ്റൽ ലെറ്റർ G ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ G = T/T എന്നാണ്. T എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണെന്നാണ്, വീലിന്റെ നമ്പർ ഓഫ് ടീത്ത്. സ്മോൾ t എന്ന് പറഞ്ഞാൽ അറിയാലോ, പിനിയന്റെ നമ്പർ ഓഫ് ടീത്ത്. അതുപോലെ തന്നെ നമുക്കിതിനെ T/T = ω1/ω2 എന്ന് എഴുതാം. അതുപോലെ തന്നെ N1/N2 എന്ന് പറഞ്ഞു എഴുതാം. ഓക്കെ, ഗിയർ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു ω1 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇക്വേറ്റ് ചെയ്ത് ω2 കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ω1 ω2 ഉണ്ടെങ്കിൽ അതിനെ തമ്മിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഗിയർ റേഷ്യോയും കണ്ടുപിടിക്കാം. അതുപോലെ തന്നെയാണ് ഇത് N1/N2, G = N1/N2 എന്നാണ്. G = T/T എന്നാണ്. ഇപ്പൊ എൻ്റെ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിയർ റേഷ്യോ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേത് കണ്ടുപിടിക്കാം. ഇതും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാം. അങ്ങനെ ഇതെല്ലാം ഒരു റിലേഷൻ ആണ്. G = T/T ആണ്, ω1/ω2 ആണ്, N1/N2 ആണ്. ഓക്കെ, അപ്പം ഈ ഒരു റിലേഷൻ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 9 എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ശരി. ഇനിയിപ്പം വേറൊരു കാര്യം, ചില സമയത്ത് ചോദിക്കും, ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്, ആംഗിൾ ടേൺഡ് ത്രൂ പിനിയൻ where one pair of teeth is in mesh എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പം ഇങ്ങനെ ചോദിക്കാൻ നേരത്ത് നമ്മൾ ചെയ്യേണ്ടത്, ആ ഒരു സംഭവത്തിന് നമ്മൾ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കുമല്ലോ, അതിനെ കണ്ടുപിടിച്ചിട്ട് അത് ഡിവൈഡഡ് ബൈ പിനിയൻ്റെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പിനിയൻ്റെ സർക്യൂംഫറൻസ് ഓഫ് പിനിയൻ ഇൻറ്റു 360 ഡിഗ്രി. ഒരു ഗിയർ എന്ന് പറയുമ്പോൾ മൊത്തം 360 ഡിഗ്രി അല്ലേ, 360 ഡിഗ്രി. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ചോദ്യത്തിൽ ഇപ്പം കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കത്തില്ലേ, എന്നതാ ഇതിന്റെ അഡണ്ടം കണ്ടുപിടിക്കുക, ഇതിന്റെ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കുക, ഇതിന്റെ കോണ്ടാക്ട് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അതുപോലെ ചില സമയത്ത് ഇങ്ങനെ ചോദിക്കാം, ആംഗിൾ ടേൺഡ് ത്രൂ പിനിയൻ വെയർ വൺ പെയർ ഓഫ് ടീത്ത് ഇസ് ഇൻ മെഷ്. അങ്ങനെ പറഞ്ഞ് ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിച്ചിരിക്കും. അതിനെ പിനിയന്റെ സർക്യൂംഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സർക്യൂംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്താണ്, പെരിമീറ്റർ കണ്ടുപിടിക്കാൻ πd, സ്മോൾ d കൊടുക്കാൻ കാരണം ഇത് പിനിയൻ ആണ്. ഓക്കെ, πd. ഇപ്പൊ നമുക്ക് d അല്ല റേഡിയസ് ആണ് അറിയാമെങ്കിൽ 2πr. ഇത് ഞാൻ 10 എന്ന് പറഞ്ഞു കൊടുത്തു. അടുത്ത വേറൊരു സാധനമുണ്ട്, വെലോസിറ്റി ഓഫ് സ്ലൈഡിങ്. വെലോസിറ്റി ഓഫ് സ്ലൈഡിങ്, അതായത് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് vs എന്ന് പറഞ്ഞാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ vs എന്ന് പറയുന്നത് ω1 + ω2 ഇൻറ്റു, ഇപ്പം അവർ പറയുന്നത് ചിലപ്പം
പാത്ത് ഓഫ് അപ്രോച്ചിലെ വെലോസിറ്റി ഓഫ് സ്ലൈഡിങ് കണ്ടുപിടിക്കുക എന്നായിരിക്കും പറയുന്നത്. അപ്പം KP. അല്ല പാത്ത് ഓഫ് റിസസിലെയാണ് ചോദിക്കുന്നതെങ്കിൽ ω1 + ω2 PL. ഓക്കെ, ഇതിന് ഞാൻ 11 പറഞ്ഞെടുത്തു. പിന്നെ V = Rω. V = Rω. ആ ഒരു ഇക്വേഷനും കൂടെ നോക്കി വെച്ചോളുക, അത്രേ ഉള്ളൂ. അപ്പം ഈ ഒരു സെറ്റ് ഇക്വേഷൻസ് ഇത് ഇത്രയും എന്തോന്ന് ഗിയറിന്റെ സംഭവങ്ങളാണ്. ഇനിയിപ്പോൾ ഗിയറിന്റെ ഒരു ചെറിയൊരു സബ് ടോപ്പിക് ഉണ്ട്. ആ സബ് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇന്റർഫറൻസ് ഇൻ ഗിയർസ്. അതായത് ഇപ്പോൾ ഒരു പല്ലെന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുക. ഇനി ഒരു പല്ലെന്ന് പറയുന്നത് ഇങ്ങനെ വന്ന് ഇതിൻ്റെ അകത്ത് മെഷീനാകാൻ വേണ്ടിയിട്ട് വരിക. അപ്പം ഇതാദ്യം ഇങ്ങനെ കയറി ഇങ്ങനെ ലോക്കായില്ലേ വരുന്നത്. അപ്പോൾ ആദ്യം ഇതിങ്ങനെ വരാൻ നേരത്തെ ഇതിൻ്റെ അകത്തേക്ക് ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ആയിപ്പോവും. ഇതിവിടെ ഇങ്ങനെ തട്ടുന്ന പോലെ ആയിപ്പോൾ. അപ്പോൾ ഇവിടെ ഒരു മുട്ടൽ വരും. ഓക്കെ, ഇവിടെ ഒരു മുട്ടൽ വരും. അപ്പോൾ അതേസമയം നമ്മൾ ഈ ഗിയർ ടൂത്തിനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ സംഭവം കയറി വരാൻ നേരത്ത് ഇത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കയറി ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ഓക്കെ, പുരിഞ്ഞതാണ്. അതായത് ഇത് ഇവിടെ ഈ ഒരു വിടവില്ലാതെ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സാധനം കയറി വരുമ്പോൾ ഇത് ഇവിടെ കയറി ഇങ്ങനെ തട്ടും. അതൊരു പ്രശ്നമാകും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തു. അപ്പോൾ ഈ കട്ടിങ് കൊടുക്കുന്ന ഇന്റർഫറൻസ് എന്നുള്ള രീതിയിൽ കട്ടിങ് എന്നുള്ള ഇന്റർഫറൻസ് എന്ന് പറഞ്ഞ് പറയുന്നത്. അപ്പം അങ്ങനെ കട്ടിങ് കൊടുക്കുന്നു. അങ്ങനെ കട്ടിങ് കൊടുത്തിട്ട് അത് അപ്പോൾ സ്മൂത്ത് ആവും. ഓക്കെ, അപ്പം അതിൻ്റെ കുറച്ച് 2-3 ഇക്വേഷനും കൂടെ ഉണ്ട്. അതും കൂടെ നോക്കാം. ഒരു സെറ്റ് കാര്യങ്ങൾ പഠിച്ചു. ഇനിയിപ്പം ഗിയറിൻ്റെ ചെയ്യാൻ തന്നെ ഇനി അടുത്ത ഒരു സെറ്റ് കാര്യങ്ങളുണ്ട്. സെറ്റ് 2 എന്നാന്ന് വെച്ചാൽ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഗിയറിൻ്റെ തന്നെ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അവരിങ്ങനെ ചോദ്യത്തിൽ പറയും എന്തോന്നാണ് ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് പറയും. അതായത് അതിനെയാണ് AW × M എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് 2M എന്ന് പറഞ്ഞ് തരും. 2M എന്ന് പറഞ്ഞ് തരും. എന്നിട്ട് ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡ്യൂൾ എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ വീലിൻ്റെ ആണെങ്കിൽ അതായത് ഇപ്പോൾ 2M ആണെങ്കിൽ ഈ എമ്മിനെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന എന്താണ് 2 എല്ലാം കൊണ്ട് വിളിച്ചിരിക്കുന്നത്. അതാണ് ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡ്യൂൾ. മനസ്സിലായോ? ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡ്യൂൾ. അപ്പോൾ ഇതാണ് എന്തോന്ന് AW ആണ് എത്ര 2. മനസ്സിലായോ? ഇപ്പോൾ വീലിൻ്റെ കേസ് ഇപ്പോൾ വീലിൻ്റെ കാര്യം പറയുന്നെങ്കിൽ AW എന്ന് പറഞ്ഞെടുക്കണം. ഇപ്പോൾ പിനിയൻ്റെ കാര്യമാണ് ഇപ്പോൾ അവർ സംസാരിക്കുന്നെങ്കിലോ പിനിയൻ്റെ കാര്യമാണ് അവർ സംസാരിച്ച് പറഞ്ഞിരിക്കുന്നത് 2M എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡ്യൂൾ AP എത്ര ആയിട്ട് എടുക്കണം? 2 ആയിട്ട് എടുക്കണം. ഒന്നുമില്ല, ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡ്യൂളിനെ നമ്മളൊരു സംഭവമായിട്ട് എടുക്കും. ഒന്നെങ്കിൽ AW അല്ലെങ്കിൽ AP. പിനിയൻ ആണെങ്കിൽ AP എന്ന് എടുക്കുക, വീലാണെങ്കിൽ AW എന്ന് എടുക്കുക. അത്രേ ഉള്ളൂ. ഇത് എഴുതുന്ന ഇങ്ങനെയാണ്. അഡണ്ടം അഡണ്ടം എന്ന് പറയുന്നത് 2M ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡ്യൂൾ ആ ഒരു രീതിയിൽ പറയും. അപ്പം AW × M. ഓക്കെ, അതുപോലെ തന്നെ അഡണ്ടം ഇനി പിനിയൻ്റെ കേസ് AP × M. ഓക്കെ, അതിൻ്റെ അകത്ത് AP ശ്രദ്ധിച്ചോളുക, AW ശ്രദ്ധിച്ചോളുക. 13ാമത്തെ സെറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ അടുത്തത് 14ാമത്തെ സെറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ അകത്ത് അവരിങ്ങനെ ചോദിക്കും. അപ്പോൾ അവർ ചോദിക്കുന്ന ഇതാ ഇന്റർഫറൻസ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ആ ഗിയർ റേഷ്യോ തന്നിരിക്കും. അപ്പോൾ അതിനകത്ത് സ്മോൾ t എത്ര വേണം എന്ന് പറഞ്ഞ് ചോദിക്കും. മനസ്സിലായോ? അതാണ് ചോദ്യം. അങ്ങനെ ആയിരിക്കും വരുന്നത്. അതായത് ഇന്റർഫറൻസ് ഇങ്ങനെ കയറാൻ നേരത്തുള്ള ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മളൊരു കട്ടിങ് കൊടുക്കണം. അപ്പോൾ ആ ടീത്ത് ആ ഒരു നമ്പർ ഓഫ് ടീത്ത് അത് എങ്ങനെ വേണം ഗിയർ റേഷ്യോ അവർ തന്നിരിക്കും. പിന്നെ AW എന്ന് പറഞ്ഞ സംഭവം അവരിങ്ങനെ പറയും. അഡണ്ട എന്ന് പറയുന്നത് ഫാക്ടർ 2M എന്ന് പറഞ്ഞ് പറയാം. അതിൻ്റെ 2 നമ്മൾ AW ആയിട്ട് എടുക്കണം. വീലിൻ്റെ ഇതിൻ്റെ അകത്ത് AP വന്നിട്ട് നമ്മൾ പിനിയൻ ആയിട്ട് എടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എടുത്തിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് കിട്ടും. പിന്നെ അവർ ഗിയർ റേഷ്യോ അവർ തരും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ എത്ര എടുക്കണം, സ്മോൾ t എത്ര എടുക്കണം, ഇന്റർഫറൻസ് അവിടെ അങ്ങനെ ഒരു സംഭവം ചോദിക്കും. അപ്പോൾ വലിയ ഇതൊന്നും ഇല്ല, ജസ്റ്റ് എല്ലാ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. നിങ്ങൾ അങ്ങനെ ഇപ്പോൾ സ്മോൾ t കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ 2 × AW by G × 1 + 1/G 1 × 1/G + 2 × sin square 5 -1 ഉണ്ടേ. ഓക്കെ, ഇപ്പോൾ AW തരുന്ന കേസിലാണ് ഇതെടുക്കേണ്ടത്, ഈ ഒരു ഇക്വേഷൻ. ഇനി AP ആണ് തന്നിരിക്കുന്നത്. പിനിയൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എങ്ങനെ എടുക്കണം? പിനിയൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇതുണ്ട് T = 2 ×
എ സഫിക്സ് പി ബൈ 1 പ്ലസ് ജി ജി പ്ലസ് 2 സൈൻ സ്ക്വയർ ഫൈ മൈനസ് 1 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഈ -1 പുറത്താണ് കിടക്കുന്നത്, റൂട്ടിൻ്റെ പുറത്താണ് -1 കിടക്കുന്നത്. 2 ഇൻറ്റു എ പി ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് ജി ഇൻറ്റു ജി പ്ലസ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ ഫൈ -1. ഓക്കെ, ഇതാണ് എ പി തന്നാലുള്ളത്. ഓക്കെ, എ ഡബ്ല്യു തരുവാണെങ്കിൽ ഇതും എ പി തരുവാണെങ്കിൽ ഇതും പുരിഞ്ഞതാണ്. ഇനി നമ്മളിപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ച് സ്മോൾ ടി കണ്ടുപിടിച്ചു. ഇനിയിപ്പം നമ്മളോട് ഇപ്പം ചിലപ്പോൾ ക്യാപിറ്റൽ ടി ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തോന്ന് ചെയ്യണം? ജി ഇസിക്കൽ ടു ക്യാപിറ്റൽ ടി ബൈ സ്മോൾ ടി അല്ലേ? അപ്പോൾ സ്മോൾ ടി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കണമെങ്കിൽ ടി ഇസിക്കൽ ടു ജി ഇൻറ്റു സ്മോൾ ടി അല്ലേ? ഓക്കെ, ഈ ഒരു സംഭവം ഇപ്പം നിങ്ങൾ എ ഡബ്ല്യു തന്നത് വെച്ച് കൊടുത്ത ഇക്വേഷൻ ഇത് വെച്ച് സ്മോൾ ടി കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കണമെങ്കിൽ ജി ഇസിക്കൽ ടു ടി ബൈ ടി. ജി നമുക്ക് തന്നിട്ടുണ്ട്, അത് വെച്ചാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പം ജി ഉണ്ട്, സ്മോൾ ടി നമ്മൾ കണ്ടുപിടിച്ചു. അത് വെച്ച് നമുക്ക് എന്തോന്ന് കണ്ടുപിടിക്കാം? ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഇവിടെ എ പിയുടെ കാര്യം പറയുന്നെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ എടുത്തിട്ട് കൊടുക്കും. ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് സ്മോൾ ടി കണ്ടുപിടിച്ചു. ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനകത്ത് ഇതുപോലെ ഇട്ടാൽ പോരെ, ജി ടി ചെയ്താൽ പോരെ, അപ്പോൾ ക്യാപിറ്റൽ ടി കിട്ടത്തില്ലേ? ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു സംഭവം. ഇനി വീലിന്റെ അഡണ്ടം കണ്ടുപിടിക്കുന്നത്. ഇനി അവർ പറയും അഡണ്ടം ഓഫ് ദ വീൽ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ അഡണ്ടം ഓഫ് വീൽ എന്ന് പറയുവാണെങ്കിൽ എം എന്തോന്ന്? മോഡ്യൂൾ ഇൻറ്റു ടി, നമ്പർ ഓഫ് ടീത്ത് ഓഫ് വീലിൻ്റെ അല്ലേ, അതുകൊണ്ട് ടി ആദ്യം ബൈ 2 1 പ്ലസ് സ്മോൾ ടി ബൈ ടി പ്ലസ് 2 സൈൻ സ്ക്വയർ ഫൈ -1. ഈ -1 പുറത്താണ്. ഓക്കെ, ഇതാണ് എന്ത്? അഡണ്ടം ഓഫ് ദ വീലിന്റെ ഇക്വേഷൻ. ഇനി അഡണ്ടം ഓഫ് പിനിയൻ ആണെങ്കിലോ എങ്ങനെ വരും? മോഡ്യൂൾ ഇൻറ്റു സ്മോൾ ടി, പിനിയൻ ആണ്. ഓക്കെ, സ്മോൾ ടി ബൈ 2. സെയിം ഇക്വേഷൻ തന്നെ. ഈ ടീന്റെ സ്മോൾ ടി കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് ക്യാപിറ്റൽ ടി കൊടുക്കുക, ക്യാപിറ്റൽ ടി കൊടുത്ത സ്ഥലത്ത് സ്മോൾ ടി കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? 1 പ്ലസ് ടി ബൈ ടി പ്ലസ് 2 സൈൻ സ്ക്വയർ ഫൈ. ഓക്കെ, -1. ഈ -1 പുറത്താണ്, ഈ -1 വിട്ടു പോയേക്കല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തോന്ന്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അഡണ്ടം ഓഫ് വീൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അഡണ്ടം ഓഫ് പിനിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും. അപ്പം ഈ ഇത്ര ഇക്വേഷൻസ്, ഒരു 16 സെറ്റോളം ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ശരിക്കും സെറ്റാക്കി വെച്ചിരിക്കുക. അത് വെച്ചിട്ട് നമ്മൾ ചോദ്യം എന്താണോ ചോദിക്കുന്നത് അതിന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക ചെയ്യുക. ആ ഒരു സെറ്റപ്പാണ്. ഈ ഈക്വൽ ടു ആർ ഒമേഗയാന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഒമേഗ ഇസ് ഈക്വൽ ടു 2πn/60. അതും കൂടെ ഇവിടെ പറഞ്ഞേക്കാം. ഓക്കെ, 2πn/60. അപ്പം ഇത്രയും ഇക്വേഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഇത്ര ഇക്വേഷൻസ് ആണ് ഉള്ളത്. അതപ്പം ബൈഹാർട്ട് ചെയ്തിട്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നതിന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് എന്തോന്ന് വരുന്നത്? നമ്മുടെ ഗിയർ. ദെയർ ആർ എ സെറ്റ് ഓഫ് ഇക്വേഷൻ, സ്റ്റഡി ദാറ്റ് ആൻഡ് അപ്ലൈ അക്കോർഡിംഗ്ലി. അതാണ് ഗിയർ.